ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് 5 ദിവസത്തെ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ആദ്യ ദിവസമായ ഇന്ന് ഭാരത് മണ്ഡപത്തിലും സുഷമ സ്വരാജ് ഭവനിലും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. AI യുഗത്തിലെ തൊഴിലവസരങ്ങളുടെ ഭാവി, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിന് AIയെ ഉപയോഗപ്പെടുത്തൽ എന്നിവ പാനൽ ചർച്ചയിൽ ഉൾപ്പെടുന്നു. ജനാധിപത്യപരമായ രീതിയിൽ AIയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ഉച്ചകോടിയുടെ ആശയത്തിൽ ഇത് പ്രതിഫലിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ, വടക്കുകിഴക്കൻ പ്രദേശങ്ങൾ, മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അക്രമങ്ങൾ 80% കുറഞ്ഞുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ പ്രദേശങ്ങൾ അക്രമത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിനത്തിൽ സേനാംഗങ്ങൾക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിക്കും. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ പ്രത്യേകമായി കേൾക്കും. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ വാദം ഏപ്രിൽ 7 മുതൽ 9 വരെയും എതിർക്കുന്നവരുടേത് 14 മുതൽ 16 വരെയും കേൾക്കും. വാദം 22-ന് മുൻപ് പൂർത്തിയാക്കുമെന്നും കോടതി അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018ലെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് കോടതി പരിഗണിക്കുക. ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. 1050 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. ഈ സർക്കാർ ഇതുവരെ 49,433.83 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത്. നിർമ്മാണം പൂർത്തിയായ വിവിധ ജില്ലകളിലെ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ രാജൻ നിർവഹിക്കും. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി റവന്യൂ ടവറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ VK പ്രശാന്ത് MLA അധ്യക്ഷനാകും. സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസുകളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുന്നത്. 2031ഓടെ ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ തൊഴിലാളി സൌഹൃദ വികസിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോകത്തെവിടെയും തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുകയും തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇരട്ടിയാക്കുകയുമാണ് ലക്ഷ്യം. തൊഴിൽ വകുപ്പിന്റെ വിഷൻ 2031 സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വികിരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കോന്നി എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോതായ 8 രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വൈകുന്നേരം 6:30-ന് പാളയം ജുമാ മസ്ജിദിൽ ചേരുന്ന യോഗത്തിൽ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൌലവി അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. നവീന കാർഷിക രീതിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ്. തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ കാർഷിക മേളയുടെ ഭാഗമായുള്ള കർഷക പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.